അമ്മയ്ക്ക് സീസൺ അല്ലേലും എപ്പോ വേണേലും ഇനി ചക്ക കഴിക്കാം. നാളെ ആരാണ്ട് പറഞ്ഞായിരുന്നു നല്ല ചക്ക എന്ത് പരുവത്തിലാക്കിന്ന് കുഴച്ചേ ആണ് കാന്താരി മുളക് അരച്ച കപ്പ. കപ്പയോ? വേദന ഏതായാലും അത് വലിയത് തന്നെയാണ്. ഞാനത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്തൊക്കെ വിഭവങ്ങൾ ആ 3 നേരവും കഴിക്കണ്ടേ എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരു ഐഡിയാസ് കമന്റ് ഇട്ടോ. ബട്ട് അമ്മ സ്റ്റിൽ ലുക്കിംഗ് സ്ലിം, അതാണ് എല്ലാവർക്കും സംശയം. ഇനിയിപ്പോ എത്ര നാൾ ഇത് തുടരും? ഏഹേ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നല്ല പച്ചപ്പുള്ള ഒരു കാഴ്ച കാണുന്നത് കണ്ണിന് ഇഷ്ടമുള്ള കാര്യമല്ലേ. അതുകൊണ്ടാണ് ആദ്യം തന്നെ നല്ല വളർന്നു തുടങ്ങിയ നല്ല സുന്ദരിയായ കാന്താരി ചെടി കാണിച്ചു കേട്ടോ. ഇതിപ്പോഴത്തെ അല്ല കേട്ടോ, കുറച്ച് നാൾ മുമ്പഴത്തെയാണ്. ഇപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ കാന്താരിയിൽ മുളകുണ്ടായിട്ടുണ്ട് അപ്പുറത്തൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തോട്ടത്തിലേക്ക് ഇറങ്ങിയതാ. എന്തിനാണെന്നറിയോ, ഇത് വെച്ചിട്ട് ഒരു കിടിലൻ വിഭവം അമ്മ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഒരു നാടൻ വിഭവമാണ്, നമ്മുടെ ഒരു പ്രേക്ഷകർ പറഞ്ഞിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ അതെന്താന്ന് നോക്കിക്കോ. കഴിഞ്ഞിട്ടേ 1-2 ഇതിങ്ങോട്ട് ചെയ്യാന്നറിയാമോ, വാഴയില വെട്ടിയാലോ? അത് കഴിഞ്ഞിട്ട് മതി. ഒരു കെട്ടോടെ നോക്കട്ടില്ല, അതൊന്നും കെട്ടി വെക്കണം, ലൂസാക്കി കാറ്റ് വന്ന് പടന്നു പോകും. വാഴയില നോക്കി വെക്കട്ടെ കേട്ടോ. അപ്പൊ ചക്ക സീസൺ ആയെങ്കിലും കഴിഞ്ഞ കൊല്ലത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ഫ്രീസറിലിരിക്കുന്ന ചക്ക സ്വല്പം വെള്ളം ഒഴിച്ചു, അടിയിൽ വെള്ളമുണ്ട്, തിളപ്പി കാണിക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി ചേർത്തതേ കാണിക്കാം, കയ്യിലെടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് അത് മിക്സ് ആയിക്കോളും. നമുക്ക് വേവിക്കാം. വേവിച്ചിട്ട് തേങ്ങാരപ്പ് ചേർത്ത് നമുക്ക് കുഴച്ച മീൻ ചാറേ ഉള്ളൂ, കഷ്ണാധികം ഇല്ല, അതും ചേർത്ത് കഴിക്കാം. അപ്പൊ ഞാൻ വെയിറ്റ് ഇടട്ടെ. ഇല്ലാണ്ടിരിക്കുന്ന പുള്ളിക്കാരി അരിഞ്ഞതിലിരിക്കുന്നത്. ഓക്കെ. അമ്മയ്ക്ക് സീസൺ അല്ലേലും എപ്പോ വേണേലും ഇനി ചക്ക കഴിക്കാം. ചക്കക്കുരു പലതും ഇരിപ്പുണ്ടായില്ല. അതെ, മാങ്ങ ഇതുവരെ എടുത്തില്ലല്ലോ. അടുത്ത ആഴ്ച അതിലിരിക്കുന്ന മാമ്പഴം ചൂടാക്കി സിപ്ലോക്കിലിട്ട് വെച്ചിരിക്കുന്നത് എടുത്ത് മാമ്പഴ കറി വെക്കണം കേട്ടോ. അത് നല്ല ഹൈലൈറ്റ് ആയിരിക്കും. മാമ്പഴ പായസവും വെക്കണം. 2 വർഷം വരെ വെക്കൂന്ന് പറയാറുണ്ട്. അതിന് ഞാൻ വീഡിയോയിൽ കണ്ടേക്കണത് അത്. നമുക്ക് ഏതായാലും അത് ഉണ്ടാക്കാം. അടുത്ത ആഴ്ച അത് ഉണ്ടാക്കാം. 1-2 ആഴ്ചയായിട്ട് ഫുൾ തിരക്കായിരുന്നു അവിടെ. കല്യാണം, അടിയന്തരം. വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ എല്ലാം തൽക്കാലം പെട്ടെന്ന് എഡിറ്റ് ചെയ്തിരുന്ന വീഡിയോസ്. പല മരണങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം ഒത്തിരി പെട്ടെന്നുള്ള മരണങ്ങളുണ്ടായി. പിന്നെ അതിന്റെ ചടങ്ങുകള്, പിന്നെ കല്യാണങ്ങൾക്ക് പോകേണ്ടി വന്നു, ക്രിസ്മസ് കഴിഞ്ഞ് അങ്ങനെ കരോള് പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര എല്ലാം വന്നത് അവധി ദിവസങ്ങളുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങള് പോകുമ്പോൾ ഇവളും പോരേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ, കൂടെ പോരുക പരിപാടികളൊന്നും നടന്നിട്ടില്ല. അതെ, ഷൂട്ടിംഗ് നടന്നില്ല. അതുകൊണ്ട് നമ്മുടെ കണ്ടന്റ് സ്റ്റോക്ക് ചെയ്യണം. തേങ്ങ ഇത്തവണ വ്യത്യസ്തതയാ, മുളക് പൊടിയല്ല, കാന്താരി പല വ്യൂവേഴ്സ് നമ്മളോട് പറഞ്ഞു ഇതിനേക്കാൾ നല്ല കാന്താരി മുളക് ഇടുന്നതാണ്. ഇതുവരെ ചെയ്തിട്ടില്ല. കാഞ്ഞിരമറ്റത്ത് നമ്മുടെ എലിയമ്മേന്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാന്താരി മുളക് അരച്ച് ചക്ക വേവിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാ ചെയ്യാൻ പോണത്. വെളുത്തുള്ളി, ചുമന്നുള്ളി. വെളുത്തുള്ളി ഇടുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ചക്കയൊക്കെ നമ്മൾ കഴിക്കുമ്പോ ഈ വൈകുന്നേര സമയമായില്ലേ, അതൊക്കെ ഇതായി പൊക്കോളൂ. അപ്പൊ ഇച്ചിരി 2 തളം വെളുത്തുള്ളി ഇടണം, നല്ലതാണ്. അപ്പൊ ഞാൻ ഈ ടൈമിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സിയിൽ ഇതൊന്ന് ഒതുക്കി വെക്കാം. ഇത് 2 വിസിൽ അടിച്ചാൽ മതി. ചക്കയല്ലേ, വേഗം വേവും. അപ്പൊ നമുക്ക് ഇത് ഒതുക്കി വെക്കാം. ഇച്ചിരി വേപ്പിലെങ്കിൽ ഇട്ടേക്കാം കേട്ടോ. ഇങ്ങനെയല്ല ശരിക്കും കളയേണ്ടത്, പക്ഷെ സമയത്തിന്റെ ഇത് കുറവ് മൂലം നാച്ചുറൽ ആയിട്ട് സമയം എടുത്തിരുന്ന് പോണം. അതെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, വെള്ളം മീതെ തണുപ്പ് വെള്ളം ഒഴിച്ച് ഒരിക്കലും കളയരുത്. കടും ചൂടിലേക്കല്ലേ വെള്ളം വീഴുന്നത്, അത് ഒരിക്കലും പാടില്ല. പിന്നെ ശരിക്കും നാച്ചുറലായിട്ട് അതിലിരുന്ന് പോവുകയാണ് വേണ്ടത്. പക്ഷെ സമയത്തിന്റെ ഇതുകൊണ്ടും ഇത് വേറെ പരിപാടി ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് വെയിറ്റില് ഇത് സ്പൂൺ വെച്ചേച്ചങ്ങ് മാറ്റിയതാട്ടോ. അത് തന്നെ അങ്ങ് പോയാൽ നമുക്ക് പിന്നെ അങ്ങ് ഊരിയെടുക്കാം അല്ലേ? ഊരിയെടുക്കാം, ഒരു വിഷയമില്ല. വാവ്, മഞ്ഞപ്പൊടിയുടെ ആ കളർ കേട്ടോ. മതി. കുഴയും അത്യാവശ്യം കൂടുതലുണ്ടല്ലോ, എനിക്ക് അധികം വേണ്ട കേട്ടോ. അല്ല, അതിവിടെ ഇരുന്നോളും. ആവശ്യമുള്ളത് കഴിക്കുക. നീ പരപ്പിടാട്ടോ.
ഒരുപാട് പേര് പറയാറുണ്ട് അരപ്പിട്ട് വേവിക്കാൻ. ഞങ്ങൾ അങ്ങനെ വേവിക്കാത്ത കൊണ്ടാട്ടോ അരപ്പിട്ട് ഞങ്ങൾ വേവിക്കാത്തത്. ഞങ്ങൾ വേവിച്ചിട്ടാണ് അരപ്പ് സാധാരണ ചേർക്കണത്. ഇതിപ്പോ കുക്കറിലാകുമ്പോ പെട്ടെന്ന് തന്നെ ആയിക്കോളൂലോ എന്ന് ഓർത്ത് ഞാൻ കുക്കറിൽ വേവിച്ചതാ. ചെരുവത്തിലോ കലത്തിലോ എന്തിലും വേണമെങ്കിലും വേവിക്കാം. ഇച്ചിരി വെള്ളം എടുത്തതിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ. എന്നാന്ന് വെച്ചാ ഇച്ചിരി വെള്ളമയായിട്ട് ഇരിക്കണം. ഡ്രൈ ആയിട്ട് അത്ര താല്പര്യമില്ല. ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്ക് ഇത് വേവിക്കാനായിട്ട് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇച്ചിരി കുഴമ്പ് പരുവത്തിനാക്കാൻ വേണ്ടിയാട്ടോ. അതുകൊണ്ടാണ് വെള്ളം എടുത്തത്. സാധാരണ വെള്ളം. അപ്പൊ മിക്സി അങ്ങ് കഴുകുവായി ഒഴിക്കുവായി. ഇനി അരപ്പൊന്ന് വെന്ത് കിട്ടണം. നാളെ ആരാണ്ട് പറഞ്ഞായിരുന്നു നല്ല ചക്ക എന്ത് പരുവത്തിലാക്കിന്ന് കുഴച്ചേ. ഇവിടെ കുഴഞ്ഞിരിക്കുന്നത് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കുഴച്ചെടുക്കണത്. ഞാൻ പറഞ്ഞില്ലേ ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്ക് അങ്ങനെ അതനുസരിച്ച് ചെരുവത്തിലോ പാത്രത്തിലോ കലത്തിലോ എങ്ങനെയൊക്കെയാന്ന് ചീനച്ചട്ടിയിലോ ഒക്കെ ഇട്ട് വേവിച്ച് ഡ്രൈ ആക്കി തന്നെ എടുക്കാം. ഇവിടെ ഡ്രൈ ആയിട്ടിരുന്ന ആർക്കും താല്പര്യമില്ല. കുഴയണം നന്നായിട്ട്. ഇനിയിപ്പോ നമുക്ക് ഇച്ചിരി വെള്ളം വേണം. അരപ്പൊന്ന് മൂക്കാനുള്ള വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇച്ചിരി വേപ്പില കൂടെ ഇടാം. അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അരപ്പ് വേവണം. വെള്ളം സ്വല്പം ചേർത്ത് ഇപ്പൊ കുഴഞ്ഞ പരുവായി. ഇപ്പൊ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പൊ കുറുകിയ പരുവാണ് ഇഷ്ടമെങ്കിൽ ആ പരുവത്തിൽ എടുക്കാം, ഈ പരുവാണ് ഇഷ്ടമെങ്കിൽ ഈ പരുവത്തിൽ എടുക്കാം. ഇവിടെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രം ഞങ്ങൾ അങ്ങനെ ചെയ്യണതാട്ടോ. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തതാട്ടോ. ഇനി വേവേണ്ട ആവശ്യമില്ല. അരപ്പ് വെന്തു. ഇച്ചിരി പച്ച വേപ്പില അതിലേക്ക് ഇട്ടതാട്ടോ. ഇനി മീൻചാറ് കൂട്ടി എല്ലാരും കഴിക്കുക. ഇതാണ് കാന്താരി മുളക് അരച്ച കപ്പ. കപ്പയോ? 5:30 എല്ലാം പോയി തുടങ്ങി. ഇനിയിപ്പൊ സന്ധ്യാകുമ്പോ ഒരു ദിവസം മൾട്ടിപ്പിൾ ഷൂട്ടും എഡിറ്റും അപ്ലോഡും എല്ലാം ചെയ്ത് കഴിയുമ്പോ ആകെ തലയ്ക്ക് വട്ടാവും. വട്ട് മാത്രല്ല, അസുഖങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ. ഒരു തലവേദനയാണെങ്കിലും അത് വന്നു കഴിഞ്ഞാ ഒരു ദിവസം ഫുൾ നമ്മുടെ പോവില്ലേ. അസുഖം എത്ര ചെറുതാണേലും അത് നമ്മളെ ഒരുപാട് ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പല്ലുവേദന വരുമ്പോ ഓർക്കും ഏറ്റവും വലിയ രോഗമാണ്. തലവേദന വരുമ്പോ ഓർക്കും ഏറ്റവും വലിയ രോഗമാണ്. ചെവിവേദന വന്നാൽ ഓർക്കും അത്. പനി വന്നാൽ തന്നെ ഓർക്കും ഇതാണ് ഏറ്റവും വലിയ ക്ഷീണം. അത് പണ്ട് കുഞ്ഞുമ്മ പറഞ്ഞാ ഞാൻ ഓർക്കണേ, കുഞ്ഞിച്ചാച്ചന്റെ കുഞ്ഞുമ്മ. അസുഖം ഏതായാലും വേദന ഏതായാലും അത് വലിയത് തന്നെയാണ്. കുഞ്ഞുമ്മയ്ക്ക് ഒരുപാട് അങ്ങനെ അറിയാം. അതെ പറയാറുണ്ട് പല കാര്യങ്ങളും. ഞാനത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കറക്റ്റ് അത്. ചെറിയ ഒരു ഇതാണെങ്കിലും വേദന തന്നെയാണ്. അങ്ങനെ. അപ്പൊ ഇനി നമ്മക്ക എല്ലാവർക്കും കഴിക്കാം. കഴിക്കാനെടുക്കാം. അപ്പൊ ദേ കഴിക്കാനെടുക്കുക. വൈറ്റ് സോസറിൽ അപ്പയ്ക്ക്, സ്റ്റീൽ സോസറുകളിൽ നമുക്ക് ഇതപ്പയ്ക്കാണോ? രാത്രി വൈകിട്ടായതുകൊണ്ട് അധികം ചിലപ്പോ കഴിക്കൂല. പച്ചച്ചക്ക ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നല്ലതാണെന്നാ പറയുന്നത്. അത് കഴിയുമ്പോ എന്തെങ്കിലും പരിപാടിക്ക് വന്നാൽ സന്ധ്യ ആയി നേരത്തേക്ക് മീൻകറി ഒഴിക്കട്ടെ കേട്ടോ. നിനക്ക് സ്റ്റീൽ സോസർ പോലെ? മതി. ഞാനും കൊണ്ടുവന്നോളാട്ടോ സ്റ്റീൽ സോസറിൽ. പറഞ്ഞോട്ടോ, കുറച്ച് മതിയേ. നീ കിട്ടിക്കഴിഞ്ഞ നല്ല ചക്കയാ. എനിക്ക് ചക്ക വെച്ചത് ഭയങ്കര ക്രൈസാ. എനിക്കും അതെ, ഭയങ്കര ഇഷ്ടം. സത്യം പറഞ്ഞല്ലേ കപ്പയിലും ഇഷ്ടം എനിക്ക് ചക്ക. കോവിഡ് സമയത്ത് ഒരു ദിവസം മൊത്തം മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ കഴിച്ച ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം മൊത്തം മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങളാണ് ഞാൻ കഴിച്ചത്. എന്നിട്ട് ഞാനത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ ഒരു ദിവസം മുഴുവനും ചക്ക വച്ചിട്ടുള്ള വിഭവം കഴിക്കുന്ന വീഡിയോ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പറട്ടോ, ഞാൻ ചെയ്യാം. അത് തരുന്നതല്ല. അതെന്നാ ചക്ക വയറിന് ഏനക്കേടുണ്ടാക്കും. ചക്കയാണെങ്കിലും കുറച്ച് കൂടുതൽ കഴിച്ചാൽ ഗ്യാസ്ട്രിക് ഇഷ്യൂ വരും. ചക്കയ്ക്ക് വിഷയമുണ്ട്. അല്ല, ചക്ക കൊണ്ടുള്ള പല വിഭവങ്ങളാവാലോ. ഒന്നും കാര്യമില്ല. ചക്ക ഉള്ളിലേക്ക് ചെല്ലുമ്പോ ചക്ക തന്നെയല്ലേ എത്രയായാലും ചെല്ലണതാ. പാത്രം ഇവിടെ കൊണ്ടുവച്ചത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? പ്രശ്നമുണ്ട്. മാങ്ങ പോലെയല്ല. എന്നാ ഈ വർഷം മാങ്ങ തന്നെ നോക്കിയാലോ? മാമ്പഴം ഉണ്ടായ. അതെ. അപ്പൊ ആ വർഷം മാമ്പഴം ഉണ്ടായിരുന്നു. മൂവാണ്ട ഓർക്കണില്ലേ? എന്തൊക്കെ വിഭവങ്ങളാ 3 നേരവും കഴിക്കണ്ടേ എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരു ഐഡിയാസ് കമന്റ് ഇട്ടോ. അപ്പൊ അതനുസരിച്ച് എനിക്ക് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രിയൊക്കെ മാങ്ങാ വിഭവങ്ങൾ ഉണ്ടാക്കാലോ.
അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പറ കേട്ടോ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഐഡിയാസ് എന്ന്. ഈ 3 നേരം എന്ത് മാങ്ങ വിഭവങ്ങളാണ് കഴിക്കേണ്ടത് എന്നുള്ള ചില ഐഡിയാസ് ഒക്കെ ഇട്ടോ. നീ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാനിത് ഒഴിച്ചോണ്ടിരിക്കും, ചൂടാറാതെ ഇത് കഴിക്കാനാണ്. ഞാൻ ഭക്ഷണം എനിക്ക് ആവശ്യമുള്ളത് കഴിക്കാറുണ്ട്. നാളെ ഏതോ ഒരു ഇതില് ഞാൻ പിന്നെ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഒരു സംശയം, ഞാൻ കഴിക്കണില്ലേന്നാ. എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം ഞാൻ എടുത്ത് കഴിക്കണുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും കഴിക്കാതിരിക്കണില്ല. അത് എനിക്കുള്ള സോസറാണിത്. ഇതിലേക്ക് ചക്ക ഇപ്പൊ തന്നെ വെച്ചേക്കാം. അപ്പം എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിക്കാറ്. എനിക്ക് ജീരകം ഉള്ളിയും ചേർത്ത് അരച്ചിട്ടുള്ള അപ്പം ഇഷ്ടമല്ല. ഞാൻ ആ വെജിറ്റബിൾ സ്റ്റൂവിന്റെ കൂടെ വൈകിട്ട് ബ്രെഡ് കഴിച്ചു. അപ്പൊ എനിക്ക് സഫീഷ്യന്റ് ആയി. അത് അമ്മയുടെ ഫുഡിങ് ഹാബിറ്റിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അമ്മയുടെ ചെയ്തിട്ടുണ്ടല്ലോ. അതിനകത്ത് അത്യാവശ്യത്തിന് നല്ലോണം ഫുഡ് അമ്മ കഴിക്കുന്നുണ്ട്. ബട്ട് അമ്മ സ്റ്റിൽ ലുക്കിംഗ് സ്ലിം. അതാണ് എല്ലാവർക്കും സംശയം, എങ്ങനെയാണ്. അതെ അതെ അതെ. എനിക്കിങ്ങനെ ചുമ്മാ ഇരിക്കാൻ ഇഷ്ടമല്ല ഒരിടത്തും ചടഞ്ഞ്. പിന്നെ മേലാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കേണ്ടി വരും. ഇൻ കേസ് എനിക്ക് ഇൻട്രസ്റ്റ് ഇങ്ങനെ ഒരു പരിപാടിയായിട്ടിരിക്കാനാണ്, ഓടിച്ചാടി നടക്കണതാണ് ഇഷ്ടം. ഇനി നമുക്ക് കഴിക്കാം. അപ്പയ്ക്ക് കൊടുക്കാം. ആഹാ, കൊതി പിടിപ്പിക്കുന്ന നാടൻ വിഭവം. എല്ലായിടത്തും ചക്കയായി, നമുക്ക് മാത്രമേ ചക്ക വൈകി ഉണ്ടാവണം. ചക്ക കുറവാടി. ഇന്ന് എൻ്റെ അല്ല, ഇത് എൻ്റെ കേട്ടോ. ഇത് എടുക്കാം നമുക്ക്. ഇത് അമ്മയുടെ കേട്ടോ. 3 പേരുടെയും വെച്ചിട്ടുണ്ട് കഴിക്കാൻ. നമ്മുടെ ആ പ്രിയ പ്രേക്ഷക പറഞ്ഞത് സത്യമായിരുന്നു കേട്ടോ. കാന്താരി അരച്ചിട്ടുള്ള ചക്കപ്പുഴുക്ക് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. ചക്കപ്പുഴുക്കിൻ്റെ രുചി പിന്നെ പറയണ്ടല്ലോ. അതിലേക്ക് കാന്താരിയും കൂടെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പറായിരിക്കും. ഞങ്ങളെല്ലാവരും നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഇത് പറഞ്ഞു തന്ന ആൾക്ക് സോറി, പേര് മറന്നു പോയിട്ടോ. പ്രത്യേകം താങ്ക്സ് ഉണ്ട്. അപ്പം ഇനി അടുത്ത വിഭവം എന്താന്ന് കണ്ടോ. ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മയുടെ കിച്ചണിലെ സ്ഥിരം പലഹാരമാണ് അപ്പം, വട്ടയപ്പം, മധുരമുള്ളത്, മധുരമില്ലാത്തത്. ഇനിയിപ്പൊ എത്ര നാൾ ഇത് തുടരും? ഒരു മാസം. ഏഹേ, അല്ല വട്ടയപ്പം തന്നെയായിരിക്കും. വട്ടയപ്പം തന്നെയല്ലല്ലോ തുടരണത്. പാലപ്പം ഉണ്ട്, വെള്ളയപ്പം ഉണ്ട്, വട്ടയപ്പം ഉണ്ട്. മധുരമുള്ള വട്ടയപ്പം, മധുരം ഇല്ലാത്ത വട്ടയപ്പം. അതെ, ഇത് മധുരമുള്ളതാണ്. ഡാൻസിലെ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്റെ വക വട്ടയപ്പം. അത് കൂടാതെ വേറൊരു ഐറ്റം ഉണ്ട്, നാളെ ഉണ്ടാക്കുന്നതായിരിക്കും. ഇവിടെ ഉള്ളത് കൊണ്ട് സൺഡേ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. അത് ശരി. ആൻസിലെ കേക്ക് അപ്പയുടെ ഫേവറേറ്റ് ആണ്. ആൻസ് അടിവേ ആൻസ് കേക്ക്. എന്തായാലും കേക്ക് ലൈറ്റ് ഇട്ടേ. ലൈറ്റ് ഇട്ടേന്നോ? എനിക്ക് കണ്ണു കാണാൻ കാണാമല്ലേ? ഇപ്പൊ ഇത്രയും വലിയ ലൈറ്റ് ഉണ്ടായിട്ടോ അമ്മയ്ക്ക് കാണുന്നില്ലേ? അത് ഓരോ പീസിന് പോന്നാലും പിന്നെ ഇത് എടുക്കാം. ഇവിടെ ലൈറ്റ് ഇടാനാണോ ഉദ്ദേശിച്ചത്? ഇപ്പൊ കാണാമായിരിക്കുമല്ലോ. ഇപ്പൊ കാണാം. ഒരു വട്ടയപ്പം 8 പീസാക്കണോ? ഇനി വ്യത്യസ്തമായൊരു കള്ളപ്പത്തിന്റെ റെസിപ്പി ഉടനെ വരുന്നതാണ്. ശരിയാ, മാവ് തീർന്നതിന് മുമ്പ് ചെയ്യാറ്. ഇതിന്റെ സോഫ്റ്റ്നെസ് ഒന്ന് കാണിച്ചേ. അപ്പ കഴിച്ചതാ വൈകുന്നേരം, ഞാനും കഴിച്ചതാ. അത് ഒരു കാര്യമുണ്ട്, ദേ ഇത് ഒടിച്ചെടുക്കണ്ട. ദേ ഇതിൽ വേണമെങ്കിൽ ഒടിച്ച എനിക്ക് ഇഷ്ടമല്ല. അതാ കാണിക്ക എനിക്കറിയില്ല. അത് ചെറുതാ, അതാണ് അതിന്റെ പ്രത്യേകത. ജനക്കാനും മതി മതി. ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിച്ചേ. മുറിക്കണ്ട, അത് മുറിച്ചാ മതി. കൈ കൊണ്ട് മുറിച്ചാ മതി, കൈ കൊണ്ടാ മുറിക്കണ്ടേ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് എനിക്ക് കിട്ടിട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഞങ്ങള് ചായയുടെ കൂടെ കഴിച്ചാ പോണം. ഒരെണ്ണം എടുത്തു വെച്ചാ പിന്നെ എടുക്കാൻ എളുപ്പം. ഓക്കെ, ഇനി എന്റെ വക വേറൊരു ട്രഡീഷണൽ ഐറ്റം വരുന്നതാണ് നാളെ. എന്റെ വക ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അപ്പൊ അതിന്റെ ഒപ്പം കഴിക്കാനുള്ള ഒരു ഐറ്റം നാളെ വരും. അതെ, ഇപ്പൊ തൽക്കാലം നീ ഇതെടുത്ത് കഴിക്കൂ. അപ്പയ്ക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഒരു സാധനം ഞാൻ കൊണ്ടുവന്നായിരുന്നല്ലോ. ഇത് കണ്ടോ, ഇത് ഡ്രൈ ഡേറ്റ്സ് ആണ്. ഇത് അപ്പയ്ക്ക് കൊണ്ടുവന്നതല്ല കേട്ടോ. അപ്പയ്ക്ക് വേറൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രൈ ഡേറ്റ്സ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഊണൊക്കെ കഴിയുമ്പോൾ കഴിക്കാൻ എടുക്കുന്ന സാധനം. അത് ഡ്രൈ ഡേറ്റ്സ്. ഡേറ്റ്സാ ഇത്. ഡ്രൈ പപ്പായ. ഇത് ഞാൻ അപ്പയ്ക്ക് കൊണ്ടുവന്ന ഡ്രൈ പപ്പായ. അത് ഇടയ്ക്ക് ഒരെണ്ണം ഒക്കെ നമുക്ക് തിന്നാൻ നല്ലതാ. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിലും ഓൾമോസ്റ്റ് എല്ലാത്തിലും തന്നെ മധുരം ഉണ്ടാവും. ഷുഗർ കോട്ടഡ് ആണ്. പിന്നെ ഷുഗർ ആഡ് ചെയ്യാത്തത് പ്രൂൺസ് ഒക്കെ ഉണ്ട്.
പ്രൂൺസ്, ആപ്രിക്കോട്ട്, ഫിഗ് ഇത്രയും ഐറ്റത്തില് ഷുഗർ ആഡ് ചെയ്യില്ല. ഇത് ഡ്രൈ പപ്പായ ഊണ് കഴിഞ്ഞു കഴിയുമ്പോ ഓരോന്നൊക്കെ എടുക്കാൻ നല്ല മിഠായി തിന്നണേന് പകരമൊക്കെ. വട്ടയപ്പം അപ്പ കഴിച്ചായിരുന്നോ? എങ്ങനെയുണ്ട്? നമ്പർ 1 അമ്മയ്ക്ക് പൊന്തൂവലായി വീണ്ടും. ശരിയാ, നല്ല സോഫ്റ്റ് ആട്ടോ. നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. ഇതാണ് എന്റെ പ്രത്യേകത ഏറ്റവും. അതല്ല, അതിന് പിന്നെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ഉണ്ടാക്കുന്നതിന്റെ ആ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെ, ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് എന്റെ ഇളയ അമ്മായിക്കാ. കോട്ടപ്പടിയിലെ അമ്മായിയാണ് ഞാൻ പഠിപ്പിച്ചത്. വട്ടയപ്പം പഠിപ്പിച്ചത് അമ്മായിയും പാലപ്പം പഠിപ്പിച്ചത് മമ്മി. അത് 2 പേർക്കുമാണ് ക്രെഡിറ്റ് അതിന്റെ. ഇത് മധുരം ഇല്ലാത്തത് നല്ലതായിരുന്നു വട്ടയപ്പം. ഇത് മധുരമുണ്ട്. ന്യൂ ഇയർ ആയതുകൊണ്ട് മധുരം വേണ്ടേ? അടിപൊളി. വരുന്നു. അമ്മ കുടിച്ചോ? ഇല്ല. അതിനപ്പം എടുത്തോട്ടോ. അപ്പൊ ഇങ്ങനെ എടുക്കാം. നല്ല പതക്കോഫി ഇങ്ങനെ എടുക്കാവുള്ളൂ. ഞാൻ ഇതിന്ന് എടുത്തേ. ഏതിന്ന് വേണമെങ്കിലും എടുത്തോ. കഴിയുമ്പോ ഇതിന്ന് എടുത്തോളാം പറഞ്ഞത്. അങ്ങനെ എടുക്കാവുള്ളൂ. ഈ 2 പലഹാരങ്ങളും ഒരേ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഏതാകും നിങ്ങൾ ആദ്യം കഴിക്കാനായിട്ട് ചൂസ് ചെയ്യുക? കമൻറ്റ് ചെയ്യണേ.